നമസ്കാരം. അക്ഷയ കേരളമിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇപ്പോഴും വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. അതായത് ക്ഷേമ പെൻഷന് വേണ്ട പണം നൽകുന്നത് കേന്ദ്ര സർക്കാരാണോ കേരള സർക്കാരാണോ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്നാണോ? ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടിയും വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, കേരളത്തിൽ നിലവിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതിമാസ സഹായധനം ലഭിക്കുന്നുണ്ട്. വയോജന പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിവയാണ് പ്രധാന പെൻഷൻ പദ്ധതികൾ. പല കുടുംബങ്ങൾക്കും ഈ പെൻഷൻ ഒരു സഹായം മാത്രമല്ല, അവരുടെ ജീവിത ചെലവിന്റെ പ്രധാന വരുമാന മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും പെൻഷൻ വിതരണം സംബന്ധിച്ച വാർത്തകൾ വലിയ പ്രാധാന്യം നേടാറുണ്ട്. ഇപ്പോൾ സർക്കാർ ഗുണഭോക്തൃ പട്ടികകൾ പരിശോധിക്കുന്ന നടപടികൾ വിവിധ ഘട്ടങ്ങളായി തുടരുകയാണ്. അർഹരായവർക്ക് മാത്രം പെൻഷൻ ഉറപ്പാക്കുകയും അനർഹരെ കണ്ടെത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ നടത്തുന്നത്. ഇതിനിടെ നിരവധി ആളുകൾക്ക് ചില സംശയങ്ങളുണ്ട്. പെൻഷൻ മുടങ്ങുമോ? രേഖകൾ പുതുക്കേണ്ടതുണ്ടോ? ബാങ്ക് അക്കൗണ്ട് ശരിയാണോ? മസ്റ്ററിംഗ് നിർബന്ധമാണോ? ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ബാങ്ക് സന്ദർശിച്ച് അത് പൂർത്തിയാക്കുക. അതുപോലെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ശരിയായി ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. പലപ്പോഴും ഇത്തരം ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തന്നെ പെൻഷൻ വിതരണം വൈകാറുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ്. പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന നടപടിയാണ് മസ്റ്ററിംഗ്. സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങളുടെ മസ്റ്ററിംഗ് നില പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി പെൻഷൻ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാം. നിങ്ങളുടെ പെൻഷൻ ID നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സേവന പെൻഷൻ പോർട്ടലിൽ കയറി നിലവിലെ സ്ഥിതി നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ നിങ്ങളുടെ പെൻഷൻ സജീവമാണോ, വിതരണം അനുവദിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നതെല്ലാം അറിയാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പെൻഷൻ നിർത്തുന്നു, പെൻഷൻ റദ്ദാക്കുന്നു, എല്ലാവരുടെയും പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നിങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഔദ്യോഗിക ഉത്തരവുകളോ സർക്കാർ അറിയിപ്പുകളോ ഇല്ലാതെ ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുത്. ഇനി നമുക്ക് വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോവാം. ഈ 2000 രൂപ പെൻഷൻ നൽകുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണോ കേരള സർക്കാരാണോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ പെൻഷൻ പദ്ധതികളും ഒരേ രീതിയിലുള്ളതല്ല. ചില പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതി, ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ദേശീയ ഭിന്നശേഷി പെൻഷൻ പദ്ധതി എന്നിവ. ഈ പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ ഒരു വിഹിതം നൽകുന്നുണ്ട്. എന്നാൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന 2000 രൂപയുടെ ഭൂരിഭാഗം തുകയും കേരള സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്നാണ് നൽകുന്നത്. അതായത് കേന്ദ്രത്തിനും പങ്കുണ്ട്, സംസ്ഥാന സർക്കാരിനും വലിയ പങ്കുണ്ട്. ഇത് കൂടാതെ കർഷക തൊഴിലാളി പെൻഷൻ പോലുള്ള ചില പദ്ധതികൾ പൂർണ്ണമായും കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. അവയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകം വിഹിതമില്ല. അതുകൊണ്ട് മുഴുവൻ പണവും കേന്ദ്ര സർക്കാരാണ് നൽകുന്നതെന്ന വിവാദവും ശരിയല്ല. കേന്ദ്രത്തിന് യാതൊരു പങ്കുമില്ല എന്ന വാദവും ശരിയല്ല. രണ്ടു വാദങ്ങൾക്കും ഇടയിലുള്ള യാഥാർത്ഥ്യമാണ് ശരി. കേരളത്തിൽ പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണം നടത്താൻ സംസ്ഥാന സർക്കാർ വൻ തുകയാണ് ചെലവഴിക്കുന്നത്. ഓരോ മാസവും 1000 കോടിയിലധികം രൂപ ഇതിനായി ആവശ്യമായി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ജൂൺ 2026 ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ച് പറയാം. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം തന്നെ പതിവ് രീതിയിൽ ഘട്ടം ഘട്ടമായി
ആരംഭിക്കുന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ബാങ്കുകൾ വഴിയും വിതരണം നടക്കാനാണ് സാധ്യത. എന്നാൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ സർക്കാർ ഔദ്യോഗികമായ വിതരണ തീയതി എന്നിവ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഉറപ്പായും വിതരണം തുടങ്ങും എന്ന തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. പല വീഡിയോകളും ഇതുപോലെ വരുന്നുണ്ട്. നാളെ മുതൽ ഉറപ്പായും വിതരണം തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൂടെ ഷെയർ ആയി വരുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കരുത്. സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവ് വന്നാൽ മാത്രമേ കൃത്യമായ തീയതി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അർഹരായ ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പുതിയ ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജില്ലയിലെ ജൂൺ മാസത്തെ പെൻഷൻ ലഭിച്ചാൽ കമന്റിലൂടെ മറ്റുള്ളവരെയും അറിയിക്കൂ. വീണ്ടും ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.